Alright, so എല്ലാവരുടെയും excitement നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ബസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. So let us get down with that excitement and let us wait for that big thing to happen. And Medalist Abhimanyu, the stage is all set for you. We are all absolutely excited and yeah, please come. ഹായ്, ഒരാൾ ജസ്റ്റ് ഒന്ന് എണീറ്റിക്കാവോ? അവിടെ തന്നെ നിന്നാ മതി, എണീറ്റെന്നോ. ഓക്കെ, നമുക്ക് ഒരാളോട് ജസ്റ്റ് ഒരു ചുമ്മാ ഒരു നമ്പർ മനസ്സിലേക്ക് വരുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ പെട്ടെന്നൊന്ന് ചുമ്മാ ഒന്ന് പറയാവോ? മാസ്ക് മാറ്റോ? 29. നമ്മിപ്പോ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ ഒരു നമ്പർ ചോദിക്കുമ്പോൾ അവരൊന്നില്ലെങ്കിൽ അവരുടെ ബർത്ത് ഡേറ്റോ അല്ലെങ്കിൽ ഏജ് അങ്ങനെ ഏതെങ്കിലും ലൈഫുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്തുള്ള ഒരു നമ്പർ ആയിരിക്കും പറയാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും റിലേഷനുള്ള ഒരു നമ്പർ ആണോ അത്? Not at all. അല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് വരാവോ? പേരെന്താണെന്ന് പറഞ്ഞു? Zach. എന്താ? Zach. ZACH. ZACH, സാഗ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ജസ്റ്റ് മനസ്സിലേക്ക് ഒരു തോട്ട് വന്നു. ഞാൻ ജസ്റ്റ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊന്ന് വായിക്കാവോ? ആദ്യം തുടങ്ങി വായിച്ചോ. ഓർക്ക് ഈ മൈക്ക് അടുത്ത് പിടിച്ചിട്ട് ഒന്ന് വായിക്കോ. Today I'll be there at Kochi. A random volunteer will be selected and that person will tell a number. പതിയെ വായിക്കോ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. Today I will be there at Kochi. Oh. A random volunteer will be selected and that person will tell a number. And the number will be 29 or 19. What is that? Okay, thank you. Wow. എല്ലാവരും ഒന്ന് സൈലന്റ് ആവോ? ഓക്കെ, നിങ്ങൾ ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ജസ്റ്റ് റിലാക്സ് ചെയ്തിരുന്നു. Take a deep breath. Breathe out. Breathe in. Breathe out. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ആ ഒരു സ്റ്റോറി നല്ല രീതിക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് വരെ എന്തായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. കണ്ണടയ്ക്കും എല്ലാവരും. എല്ലാവരും കണ്ണടയ്ക്കണേ, എല്ലാവരും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരു ബിൽഡിങ്ങിന്റെ മുൻപിൽ നിൽക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. ഒരു വലിയൊരു അപ്പാർട്ട്മെന്റിന്റെ മുൻപിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ മനോഹരമായൊരു അപ്പാർട്ട്മെന്റ്. അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി. നല്ല ഭംഗിയുള്ള ഒരു ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾക്ക് കാണാൻ പറ്റി. ഫസ്റ്റ് ഫ്ലോർ കണ്ടു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് കാണാൻ നിങ്ങൾക്ക് ഒരു കൊതി. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് കയറി സെക്കൻഡ് ഫ്ലോറിലെത്തി. സെക്കൻഡ് കഴിഞ്ഞ് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ നിങ്ങളിപ്പോ 10ാമത്തെ നിലയിലാണ് എത്തി നിൽക്കുന്നത്. 10ാമത്തെ നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ടയേർഡാണ്. കുടിക്കാൻ വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു റൂമിലെ സൈഡിലായിട്ട് ചെറിയൊരു വിൻഡോ ഉണ്ട്. വളരെ ചെറിയൊരു വിൻഡോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. പതിയെ അതിൻ്റെ അടുത്തേക്ക് നടന്നു പോയി. അതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ചെറിയ കാറ്റൊക്കെ വീശാൻ തുടങ്ങി. നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. അത് നിങ്ങളുടെ ബോഡിയും മൈൻഡും എല്ലാം റിഫ്രഷ് ആക്കി. അതിലൂടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്ട്സ് കാണാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയാണ്, അതിൽ നിന്ന് ഏതെങ്കിലും 2 ഒബ്ജക്ട്സ് മനസ്സിൽ പെട്ടെന്നൊന്ന് പിക്ക് ചെയ്യാവോ? വലുതും സിമ്പിളുമായിട്ടുള്ള ഏതെങ്കിലും 2 ഒബ്ജക്റ്റ് മനസ്സിൽ പെട്ടെന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, പിക്ക് ചെയ്തോ? കണ്ണുറങ്ങോ? എല്ലാവരും കണ്ണുറങ്ങാം. നിങ്ങളെല്ലാവരും ഒരു 2 ഒബ്ജക്ട്സ് മനസ്സിൽ പിക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു നല്ല ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന 2 ഒബ്ജക്റ്റിൽ ഒരെണ്ണം ഒരു കാർ, പിന്നെ ഒരു ട്രീ, ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈയടിക്കാം. ഓക്കെ, താങ്ക് യു.
ഗേൾസിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരാളൊന്ന് സ്റ്റേജിലേക്ക് കടന്നു വരും. ഓക്കെ, പേര് വിനയ. വിനയ. ഓക്കെ, ഇത് ജസ്റ്റ് കയ്യിലൊന്ന് പിടിക്കാം. കയ്യിൽ പിടിക്കാം. എന്നിട്ട് ജസ്റ്റ് മൈക്ക് ഞാൻ പിടിക്കാം. രണ്ട് കൈയും കൂടി ഹോൾഡ് ചെയ്തോ. ഇതൊന്ന് കീറോ. കീറാൻ പറ്റണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് കീറി. വിനയുടെ അടുത്ത് ഞാൻ ഒരു പേപ്പർ കീറാൻ പറ്റുമെന്ന് ചോദിച്ചു. കീറാൻ പറ്റുമെന്ന് പറഞ്ഞു. കീറി, സിമ്പിളായിട്ട് കീറി. ഓക്കെ, ഞാൻ വിനയനോട് ഇനി ചോദിക്കും, ക്യാൻ യു ടീർ ദിസ് പേപ്പർ എന്ന് ചോദിക്കും. അപ്പൊ വിനയ പറയണം നോ ഐ കാണ്ട് എന്ന് പറയണം. ഓക്കെ ആണോ? ക്യാൻ യു ടീർ ദിസ് പേപ്പർ? അത് പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സിൽ നല്ല രീതിക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാ. ഇനി എന്നെ കൊണ്ട് ഈ പേപ്പർ ഇനി കീറാൻ പറ്റില്ല, ഒന്ന് ഇമാജിൻ ചെയ്യാ. ക്യാൻ യു ടീർ ദിസ് പേപ്പർ? പറ. അടുത്ത് പിടിച്ചു പറ. ഈ രണ്ട് പേപ്പറും കൂടി കയ്യിലൊന്ന് പിടിച്ചേ. രണ്ട് കയ്യിലായിട്ട് പിടിച്ചോ. ഇങ്ങനെ പിടിക്കാം. മനസ്സിൽ നല്ല രീതിക്ക് ഇമാജിൻ ചെയ്യാ, എനിക്ക് ഈ പേപ്പർ ഇനി കീറാൻ പറ്റില്ല. ഓക്കെ, ഒന്ന് കണ്ണടച്ച്. ക്യാൻ യു ടീർ ദിസ് പേപ്പർ? എനിക്കിനി പേപ്പർ കീറാൻ പറ്റില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, ഒന്ന് കണ്ണുറന്നേ. ആ പേപ്പർ ഒന്ന് കീറി. സൈഡ് മാറ്റി മാറ്റി കീറി നോക്കൂ. എല്ലാ സൈഡിലും കീറി നോക്ക്. ഇല്ല, പറ്റില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇല്ല, പോലെ 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 വെയിറ്റ്. എൻ്റെ കയ്യിൽ ഒരു ഡൈസ് ഉണ്ട്. ഡൈസിൽ 1 to 6 നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? വിനയ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആ ഡൈസ് ഇടാം. ഇത് നല്ലോണം ഷഫിൾ ചെയ്യാം. നോക്കണ്ട, ഷഫിൾ ചെയ്യാം. നോക്കണ്ട, നല്ലോണം ഷഫിൾ ചെയ്തോ. ഓക്കെ, നോക്കരുതേ. തിരിച്ചോ. ഇപ്പൊ ഇതിലൊരു നമ്പർ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ആർക്കും അറിയില്ല ഏതാ നമ്പർന്ന്. പേടിയുണ്ടാവും. അവിടെ 1 to 6 വരെ ഓരോ നമ്പേഴ്സ് കണ്ടാവും. അതിന്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ഓരോ ഗിഫ്റ്റുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഗിഫ്റ്റ്. ഓക്കെ, ഇതിൽ ഏത് നമ്പറാണ് വന്നേ അപ്പൊ അതിലെ പുറകിലുള്ള ആ ഗിഫ്റ്റ് ഞാൻ വിനയ്ക്ക് തരണം. ഓക്കെ, അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ ഉള്ളിൽ ഏത് നമ്പർ വന്നേന്ന്. ഓക്കെ ഓക്കെ, നമ്പർ 3 ആണ് വന്നേക്കണത്. 3, നമ്പർ 3 അല്ലേ? ഓക്കെ, ഞാൻ നമ്പർ 3 ഗിഫ്റ്റ് ഞാൻ എടുത്തിട്ട് വരാം. നമുക്ക് നോക്കാം എന്താ ഗിഫ്റ്റ് എന്ന്. എനിക്കറിയില്ല എന്താ ഗിഫ്റ്റ് എന്ന്. നമ്പർ 3. വിനയ്ക്ക് ഒരു ഹഗ് തരാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ? ഞാൻ ഇവിടെ വന്നപ്പോ ചോദിക്കണം എന്ന് ചോദിച്ചതാ, വിനയ് കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് ആണ്. അപ്പൊ ആൾക്ക് പ്രശ്നമില്ല ഹഗ് ചെയ്യണോണ്ട്. ഞാനാണല്ലോ ഗിഫ്റ്റ് തരേണ്ടത്. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഓക്കെ, താങ്ക് യു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമുക്ക് ബാക്കി അതൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാമോ? അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കോ. റൊട്ടേറ്റ് ചെയ്തോ? റൊട്ടേറ്റ് ചെയ്തോ? ഓക്കെ, താൻ വേണമെങ്കിൽ ഒരു ലോട്ടറിക്ക് എടുത്തോട്ടോ, ഭാഗ്യമുണ്ട്. ഓക്കെ, പോവാം. ഇനി ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വരോ? അല്ലെങ്കിൽ ഞാൻ വന്ന് സെലക്ട് ചെയ്യും. നിങ്ങൾ തന്നെ സ്റ്റേജിലേക്ക് കയറി വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. പേരെന്തായാലും? മിത്ര. മിത്ര മിത്ര മിത്ര. ഓക്കെ, മിത്ര ഫോണൊക്കെ യൂസ് ചെയ്യണതല്ലേ? നല്ല രീതിക്ക് യൂസ് ചെയ്യാണ്ട്. ഞാൻ മിത്രക്ക് ഒരു ഗിഫ്റ്റ് തരാം. ഓക്കെ, എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇത് കൈ പിടിച്ചോ.
മിത്ര മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു നമ്പർ, ഒരു 2 ഡിജിറ്റ് നമ്പർ പെട്ടെന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ? ഓക്കെ, മനസ്സിലൊരു നമ്പർ ഉണ്ടല്ലേ? ഓക്കെ, ആ നമ്പർ പറഞ്ഞോ, മൈക്കിൽ പറഞ്ഞോട്ടോ, അവർക്ക് പറഞ്ഞോ. 12 12 1 2 12. ആ. ഓക്കെ, ഈ 12 വിചാരിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ ആണ്. ആ. ഓക്കെ, എല്ലാവരുടെയും ഫോണിൽ നോട്ട്സ് ഉണ്ടാവില്ലേ? നോട്ട്സ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് അറിയോ? കാര്യങ്ങൾ നോട്ട് ചെയ്തു. കാര്യങ്ങൾ നോട്ട് ചെയ്യാനാണ് നോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ നോട്ട്സിൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ കുറേ ലിസ്റ്റ് ഉണ്ട്, സെലിബ്രിറ്റീസ്, ഷോപ്പിംഗ് ലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടേക്കാണ്. അതിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. മിത്ര ചെയ്യേണ്ടത് ഈ നോട്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ഓക്കെ, അതിൽ ഷോപ്പിംഗ് ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യോ? മിത്ര സെലക്ട് ചെയ്ത നമ്പർ 12 അല്ലേ? 12 കിടക്കണ ഐറ്റം ഏതെന്ന് നോക്കി വെക്കുക, പറയണ്ട. ബാക്കി എല്ലാം ഡിഫറെന്റ് ആണോ നോക്കിക്കോ. ഒരു 100 ഐറ്റംസ് ഉണ്ടാവും, ബാക്കി എല്ലാം ഡിഫറെന്റ് ആണോ നോക്കണേ. അതെ. ആണ്. ഡിഫറെന്റ് ആണ്. ആ ഒരു ഐറ്റം മാത്രം നോക്കിയില്ലേ? 12 കിടക്കണ ആ ഒരു ഐറ്റം നോക്കിയില്ല. ഓക്കെ. ഓക്കെ അല്ലേ? ഫോൺ ഓഫ് ചെയ്യാണ്. മിത്രേനോട് ഞാൻ വന്നപ്പോ ഒരു നമ്പർ ചോദിച്ചായിരുന്നു. മിത്ര ഇഷ്ടമുള്ള ഒരു നമ്പർ പറഞ്ഞു, ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു, 12 അല്ലേ? ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തായിട്ട് തോന്നിയായിരുന്നു? ഇല്ല. ഇല്ല. മനസ്സിലേക്ക് വന്ന നമ്പർ പറഞ്ഞു, ആ ഒരു നമ്പർ പറഞ്ഞു. ആ. ഇതെനിക്ക് നേരത്തെ അറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ഞാൻ വന്നപ്പോ തന്നെ ഒരു ഗിഫ്റ്റ് തന്നു. ആ. മിത്ര അതിൽ കണ്ടത് എന്തായിരുന്നു? ആ ഒരു നമ്പറിൽ ഉണ്ടായിരുന്ന ഐറ്റം എന്തായിരുന്നു? മിൽക്ക്. മിൽക്കാണ്. ആ. ഓക്കെ, ഞാൻ തന്ന ഗിഫ്റ്റിലും മിൽക്ക് ആണെന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? അതെ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോക്കോ. ഹെൽപ്പ് ചെയ്യണോ? സോറി, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, സ്പ്രൈറ്റ് ആയി പോയി. അല്ല, ചില സമയങ്ങളിൽ തെറ്റ് പറ്റാറുണ്ട്. സോറി. ചില ടൈമില് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലല്ലോ, അല്ലേ? മിത്ര കണ്ടത് എന്തായിരുന്നു? ഓക്കെ, ഒരാളും കൂടി വരാം. ഓക്കെ, നല്ല കൈയ്യോട്ട് കൊടുക്കാം. പേരെന്താ? സ്വാതി. സ്വാതി. എന്താ? സ്വാതി. സ്വാതി. ഓക്കെ, സ്വാതി ജ്യൂസ് ഒക്കെ കുടിക്കാറുണ്ടോ? ഇരിക്കുന്ന ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടില്ലേ? ആ, കുടിച്ചിട്ടില്ലേ? കോള ഉണ്ട്, സ്പ്രിന്റ് ഉണ്ട്, ഫ്രൂട്ടി ഉണ്ട്, പിന്നെ ലിച്ചിയുടെ ഇതുണ്ട്. ഇഷ്ടമാണോ ഇതൊക്കെ? ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ലിച്ചിയാണോ ഇഷ്ടപ്പെട്ടത്? ഓക്കെ, ഒരാളും കൂടി ഒന്ന് വരാവോ? സ്വാതി എന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ഒരു കൈയ്യോട് കൊടുക്കാം, നല്ല കൈയ്യോട് കൊടുക്കാം. പേരെന്തായാലും? നേഹ. 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 നേഹ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ബാക്കിൽ വന്നിട്ട് എന്റെ കണ്ണൊന്ന് പൊത്തിപ്പിടിക്കണം. ആ ടൈമില് സ്വാതി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എടുക്കുക, കുടിക്കുക. ഓക്കെ അല്ലേ? അത് ഏതാ ഐറ്റം എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ട്രൈ ആണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എവിടേക്ക് ഇറങ്ങി നിൽക്കാം. ഓക്കെ, സ്വാതി സ്റ്റാർട്ട് ചെയ്തോ? അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. കുടിച്ചായിരുന്നോ? എനിക്ക് കിട്ടിയില്ല, ഒന്നും കൂടി.
ഓക്കെ, സ്വാതി സ്വാതി ഇപ്പൊ എടുത്തത് ഫ്രൂട്ടി ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറൊരു ജ്യൂസും കൂടി സെലക്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ സൗണ്ട് കേട്ടായിരുന്നു. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. മതിയോ? ഏതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. അല്ല, ഇപ്പൊ ഒരെണ്ണം സെലക്ട് ചെയ്തോ? ചെയ്തായിരുന്നോ? ഓക്കെ, കോളയാണോ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്കൊരു ഇത് വന്നതാണേ. താൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത് ലിച്ചി ആയിരുന്നോ? ഫസ്റ്റ് സെലക്ട് ചെയ്തത് ലിച്ചി ആയിരുന്നോ? എന്നിട്ടാണോ കോളേജിലേക്ക് പോയത്? ആണോ? ഓക്കെ, താങ്ക് യു. എനിക്ക് ഒരു 10 പേര് ഇരിക്കുന്നിടത്ത് തന്നെ എണീറ്റ് നിന്നാൽ മതി. അടുപ്പിച്ച് ആരും എണീറ്റിക്കരുത്. അടുത്തടുത്ത് വരരുത്, കുറച്ച് ഗ്യാപ്പ് വേണം. പത്ത് പേരായോ? എല്ലാവർക്കും ഒരു പേനയും ഒരു ചെറിയ പീസ് പേപ്പറും തരും. പത്തായില്ലേ? ഓക്കെ അല്ലേ? 11 പേരുണ്ടായിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല. പേപ്പറും പേനയും കിട്ടിയേക്കണം. ഒരു ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടിന്റെ പേര് അതിലെഴുതാം. നിങ്ങൾക്ക് പറയട്ടെ, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടിന്റെ പേര് അതിലെഴുതാം. പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ അതിൽ വരയ്ക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചർ അതിൽ വരയ്ക്കാം. ഓക്കെ അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വീടിന്റെ പടം, അങ്ങനത്തെ എന്തെങ്കിലും സീനറിയോ, അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അതിലൊന്ന് വരയ്ക്കാം. ഒരു ഫ്രൂട്ടിന്റെ പേര്, ഒരു പിക്ചർ, അത് രണ്ടും ഒരു സൈഡിൽ തന്നെ ചെയ്യണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. കഴിഞ്ഞ ആ പേപ്പർ 4ആയിട്ട് മടക്കാം. പേപ്പർ 4ആയിട്ട് മടക്കിക്കോ. നാലായിട്ട് മടക്കിയാൽ മതി, കൂടുതൽ മടക്കണ്ട. 4ആയിട്ട് മടക്കാം. ഓക്കെ ആണോ? എല്ലാവരുടെയും കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞു? ഓക്കെ, മടക്കിയോ? അല്ല 4 മടക്കി. ഒരാള് വരാവോ സ്റ്റേജിലേക്ക്? ഒരാള്, ഈ എണീറ്റിക്കണ ആള് വേണ്ട, ഇരുന്നിരിക്കണ ആരെങ്കിലും സ്റ്റേജിലേക്ക് ഒന്ന് കയറി വരാം. നിങ്ങളെല്ലാവരും ഇരുന്നോട്ടെ, ഇനി ഇരുന്നോ. ഓക്കെ,
പേരെന്തായിരുന്നു? ഷാനിയ. 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 ഓക്കെ. ഇവര് വരച്ച കുറച്ച് പിക്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ എന്തോ ഫ്രൂട്ട്സിന്റെ നെയിംസും എഴുതിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ നിന്ന് പറഞ്ഞ പിക്ക് ചെയ്യാവോ? അത് ഓപ്പൺ ചെയ്തിട്ട് എന്താണെന്ന് ഒന്ന് വായിക്കോ? ഓക്കെ, അത് അങ്ങനെ തന്നെ മടക്കി ഇതിലിട്ടോ. ഒരെണ്ണം കൂടി സെലക്ട് ചെയ്യോ, നോക്കാണ്ട് സെലക്ട് ചെയ്യോ, ഇതിലേക്ക് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യോ. അത് ഓപ്പൺ ചെയ്തോ. എല്ലാം ഡിഫറെന്റ് ആണോ വരണേ നോക്കാൻ വേണ്ടിയിട്ടാണ്. വഞ്ചി. വഞ്ചി. ഓക്കെ, മടക്കിയിട്ട് അത് അങ്ങനെ തന്നെ ഉണ്ടോ, കുഴപ്പമില്ല. ആയിട്ടോ. ഷാനിയ എന്നല്ലേ പറഞ്ഞേ? ഷാനിയ, ജസ്റ്റ് ഒന്നും കൂടി ഒരെണ്ണം കൂടി പിക്ക് ചെയ്യാം, നോക്കണ്ട, ഒരെണ്ണം കൂടി പിക്ക് ചെയ്യാം. കിട്ടണില്ലേ? ഓക്കെ, അത് ഏതൊന്ന് ജസ്റ്റ് നോക്കിക്കോ. പറയണ്ട കേട്ടോ. ഓക്കെ, അതിലൊരു ഫ്രൂട്ടിന്റെ നെയിം കൊണ്ട് ഒരു പിക്ചർ ഉണ്ടല്ലേ, ആ ഒരു ഫ്രൂട്ടിന്റെ നെയിം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടിരോ. ഷാനിയ, ആ ഫ്രൂട്ടിന്റെ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കിക്കൊണ്ടിരോ. കിട്ടിയോ? എന്തിനു ചിരിക്കണേ? ചിരി വരണുണ്ടോ? ചിരി വരുന്നില്ല? ചിരിക്കണ എന്തിനാ? ചിരി ഒന്നും വരുന്നില്ല. എന്നാ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നൊന്ന് പറയണ്ട, മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ജസ്റ്റ് എന്നെ നോക്കിയോ. 6 ലെറ്റേഴ്സ് ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണെങ്കിൽ മൈക്കിൽ പറയാം കറക്റ്റ് ആണെന്ന് പറയാം. കറക്റ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിലാക്കിയോ കേട്ടോ. നമ്മുടെ ഇടയിലേ ഒരു സ്ക്രീൻ ഉണ്ട്, അതിൽ ആ ലാസ്റ്റ് ലെറ്റർ തെളിഞ്ഞ് കാണാൻ പറ്റണ്ടാവും. ഷാനിക്ക് കാണാൻ പറ്റണ്ടാവും? ഉണ്ടോ? ഷാനി എന്നെ നോക്കിയേ. ലാസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുക മനസ്സിൽ. ലൈക്ക് ഇ ഇ ഇ. കറക്റ്റ് ആണ്, ഇ ആണ്. ഓക്കെ, ഒരു ഫ്രൂട്ടിന്റെ നെയിം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അതൊന്നും എനിക്ക് മൈൻഡ് വഴി ഇങ്ങനെ പാസ് ചെയ്യുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ ഓക്കെ. ഷാനിക്ക് ഇഷ്ടമാണോ ആ ഒരു ഫ്രൂട്ട്? ഇഷ്ടമാണോ? ഷാനിക്ക് ഓറഞ്ച് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓറഞ്ച് ആയിരുന്നോ? ഓക്കെ. ഷാനി എങ്ങനെ പടമൊക്കെ വരയ്ക്കോ? അതിലെന്ത് എന്താ പിക്ചർ എന്ന് പറയണ്ട, ആ കണ്ട പിക്ചർ വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഷാനി ഒരു കാര്യം ചെയ്യാം, ഇത് കൈ പിടിച്ചു ഓപ്പൺ ചെയ്ത് തന്നോ. സ്റ്റാർട്ട് ചെയ്യാം. ഷാനി അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കും, ഞാൻ ഇപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കും. സ്റ്റാർട്ട് പറയുമ്പോൾ ആ പിക്ചർ വരയ്ക്കാം, തിരിഞ്ഞു നോക്കരുത്. വരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് തിരിയാം. ഓക്കെ അല്ലേ? കഴിഞ്ഞു എന്ന് പറയണേ, എന്നിട്ട് തിരിയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് തിരിഞ്ഞാൽ മതി. സ്റ്റാർട്ട് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തോട്ടാ. സ്റ്റാർട്ട് ചെയ്തോ. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഒരു മിനിറ്റ്. കഴിഞ്ഞ് അത് ചേർത്ത് പിടിച്ചിട്ട് തിരിയാം. ഓക്കെ, ഷാനി ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്, ഞാൻ ഒരു പിക്ചർ വരച്ചിട്ടുണ്ടേ. ഞാൻ വരച്ചത് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. ഇനി ഷാനിയെ വരച്ച പിക്ചർ ഒന്ന് കാണിക്കൂ. ഓക്കെ, താങ്ക് യു.
എല്ലാവരും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ. ഇത്രയും നേരം നമ്മൾ ചെയ്തത് മെന്റലിസം വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തു, മൈൻഡ് റീ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഇൻഡ്യൂഷൻ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ, എൻ്റെ പ്രഡിക്ഷൻസ്, ഇതൊക്കെയാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹിപ്നോട്ടിസത്തിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ഹിപ്നോട്ടിസം ചെയ്യണേക്ക് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആണ്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചാണ് ഹിപ്നോട്ടിസം വർക്ക് ആവാനുള്ള ചാൻസസ് വരുന്നത്. ഒരു 70% ഒക്കെ സക്സസ് റേറ്റ് കണ്ടിട്ടുള്ളൂ. എല്ലാവരിലും വർക്കൗട്ട് ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുക. എയർ പിടിച്ചിരിക്കാണ്ട് ജസ്റ്റ് കൂളായിട്ടിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾ 2 കൈകളും ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കാം. 2 കൈകളും. ഓക്കെ, കണ്ണിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരോ. മുട്ടിച്ച് പിടിക്കണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ട് പിടിക്കാം. നിങ്ങളുടെ 2 ചൂണ്ടുവിരൽ മാത്രം അകത്തി പിടിക്കുക. ഞാൻ പിടിച്ചേക്കണ പോലെ തന്നെ പിടിക്കണേ, അകത്തി പിടിക്കണേ. ഓക്കെ, അകത്തി പിടിച്ചോ. ഇനി എല്ലാവരും കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് നിങ്ങളുടെ ആ 2 വിരലിന്റെ ഗ്യാപ്പിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. കണ്ണടയ്ക്കണേ എല്ലാവരും. കണ്ണടച്ചോ, കണ്ണടച്ചോ. കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്യുക, അതിന്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. അതിലേക്ക് നോക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എല്ലാവരും കണ്ണടച്ചില്ലേ? ഞാൻ നിങ്ങളുടെ വിരലിന്റെ തുമ്പത്തേക്ക് ഒരു മാഗ്നറ്റ് ഞാൻ വെച്ചുതരാൻ പോവാണ്. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് നിങ്ങളുടെ വിരലിന്റെ തുമ്പത്തിരിക്കുന്നത്. ഈ മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ വിരലുകൾ പതിയെ പതിയെ അടുത്തേക്ക് വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. വിരലുകൾ പതിയെ പതിയെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് നിങ്ങളുടെ വിരലിന്റെ തുമ്പത്തിരിക്കുന്നത്. ഇത് അട്രാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വിരലുകൾ കംപ്ലീറ്റ്ലി കൂട്ടിമുട്ടാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണ്ടോ? മനസ്സിൽ നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ വിരലുകൾ പതിയെ അടുത്തേക്ക് വരുന്നത് നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റണ്ടോ? ഞാൻ ഈ മാഗ്നറ്റിന്റെ പവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ വിരലുകളെ നല്ല ശക്തിയോടെ അടുത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തിയോടെ ഈ വിരലുകൾ പതിയെ പതിയെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോ നിങ്ങളുടെ വിരലുകൾ കൂട്ടിമുട്ടിയിരിക്കണം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഞാൻ ഈ വിരലുകൾ നിങ്ങൾക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനൊരു നൂലെടുത്തിട്ട് നിങ്ങളുടെ വിരലിന്റെ തുമ്പത്ത് കെട്ടി വെക്കാൻ പോവാണ്. ഒരു നൂലെടുത്തിട്ട് നിങ്ങളുടെ വിരലിന്റെ തുമ്പത്ത് കെട്ടി വെക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണ്ട, നല്ല ടൈറ്റിൽ ഈ വിരലുകൾ കെട്ടി വെക്കണത് ഫീൽ ചെയ്യാൻ പറ്റണം. നല്ല ടൈറ്റ് ആയിട്ട് ഈ വിരലുകൾ കെട്ടി വെക്കണം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. നിങ്ങളെ കൊണ്ട് ഈ വിരലുകൾ ഇനി അകറ്റാൻ പറ്റില്ല. നിങ്ങൾ അകറ്റാൻ ശ്രമിക്കും തോറും വളരെ ഹാർഡും ഡിഫിക്കൽട്ടായിരിക്കും. അത് വളരെ ഹാർഡും ഡിഫിക്കൽട്ടായിരിക്കും. നിങ്ങളെ കൊണ്ട് ഈ വിരലുകൾ ഇനി ഒരിക്കലും അകറ്റാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ ചെയ്യും തോറും അത് കൂടി വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല ടൈറ്റ് ആയിട്ട് അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളെ കൊണ്ട് ഈ വിരലുകൾ ഇനി അകറ്റാൻ പറ്റില്ല. ശ്രമിക്കും തോറും വളരെ ഹാർഡും ഡിഫിക്കൽട്ടായിരിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇനി ഈ വിരലുകൾ വിടിയിക്കാൻ പറ്റില്ല. എത്ര ശ്രമിച്ചാലും ഈ വിരലുകൾ നിങ്ങൾക്ക് ഇനി വിടിയിക്കാൻ പറ്റില്ല. നിങ്ങൾ പയ്യെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വിരലുകൾ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. പതിയെ ട്രൈ ചെയ്ത് നോക്കാം. വിരലുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യുന്നതോറും വളരെ ഹാർഡും ഡിഫിക്കൽട്ടായിരിക്കും. പയ്യെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുന്നതോറും നല്ല ടൈറ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കാം. കണ്ണുകൾ തുറക്കാം, പക്ഷെ നിങ്ങളുടെ വിരലുകൾ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ട്രൈ ചെയ്യുന്നതോറും വളരെ ഹാർഡും ഡിഫിക്കൽട്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഹാർഡും ഡിഫിക്കൽട്ടായിരിക്കും. മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുന്നതോറും വളരെ ഹാർഡും ഡിഫിക്കൽട്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാപ്പ് ചെയ്താ കൈകൾ ഒട്ടിപ്പിടിച്ചേക്കണോണ്ട് വിട്ടുവരേ.
ആരുടെയൊക്കെ ഒട്ടിപ്പിടിച്ചു? ഒട്ടിപ്പിടിച്ചേക്കണവര് മാത്രം ഒന്ന് എണീറ്റുന്നേ. വിട്ടില്ല, പിടിക്കാൻ പറ്റില്ല, ജസ്റ്റ് ക്ലാപ്പ് ചെയ്താൽ പിടിക്കാൻ പറ്റും. ഓക്കെ, എണീറ്റോ എണീറ്റോ. ഇത്രയും പേരുള്ളൂ. ഒട്ടിപ്പിടിച്ചോ? ടൈറ്റ് ആയിരുന്നോ? പിടിക്കാൻ പറ്റി? ഞാൻ ക്ലാപ്പ് ചെയ്തപ്പോഴാണോ പിടിക്കാൻ പറ്റിയ അതോ അതിന് മുൻപ് പറ്റിയോ? അന്ന് ഇരുന്നോ? ഞാൻ ക്ലാപ്പ് ചെയ്തപ്പോ വിട്ടത് ഞാൻ കണ്ടായിരുന്നു. സ്റ്റേജിലേക്ക് വരാം, വാ. ഞാൻ വിളിക്കാം, അവിടെ ഇരുന്നോ. പേരൊന്ന് പറയോ? ഷെയ്ക്ക. ഓക്കെ. ടെൻഷൻ ഉണ്ടോ? എന്തിനാ ടെൻഷൻ? അവിടെ ഇരുന്നു. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒരു ഇരിക്കില്ലേ ഒന്ന് എണീറ്റ് ഇരുന്നോ. എന്തിനാ ടെൻഷൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ. ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാലേ ഒരു ട്രാൻസ് സ്റ്റേജ് ആണ്. ട്രാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്? ആരൊക്കെ കേട്ടിട്ടുണ്ട്? എന്താ ട്രാൻസ്? എന്താ ട്രാൻസ്? A state where the mind is aware but cannot do anything much. ഓക്കെ. എന്താ ട്രാൻസ്? നമ്മള് വെളിച്ചപ്പാടൊക്കെ ഈ ദൈവത്തിലേക്ക് കൺവേർട്ട് ആവുന്ന ആ ഒരു സാധനമുണ്ട്. ഓക്കെ. അറിയോ എന്താ ട്രാൻസ്? ഓക്കെ. പിന്നെ മൈൻഡ് കോൺഷ്യസ് അല്ലാത്ത എന്നാൽ ഇമാജിനേഷൻസ് നടക്കുന്ന ഒരു സമയം. ഓക്കെ. നമുക്കേ ഒരു മനുഷ്യന് 2 ടൈപ്പ് മൈൻഡ് ആണുള്ളത്. കോൺഷ്യസും സബ് കോൺഷ്യസ് മൈൻഡ് ആണുള്ളത്. ഓക്കെ. നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആയിക്കൊണ്ടിരിക്കണേ. എന്നാൽ നമ്മുടെ ചെറുപ്പം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസിൽ ഫീഡായി കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഒരാളെ ട്രാൻസിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറയും. പേടിക്കണ്ട, ചോദിക്കില്ല. ഹിപ്നോ തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരാളുടെ പേടി മാറ്റുക, ഇതൊക്കെയാണ് ഹിപ്നോ തെറാപ്പി. ആൾക്ക് ആ പേടി എന്തുകൊണ്ടാണ് ഉണ്ടായേ? അത് ചെറുപ്പത്തിൽ ഉണ്ടായ ചെറിയ ഇൻസിഡന്റ് കൊണ്ട് ഉണ്ടായതായിരിക്കാം. പക്ഷെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സജഷൻസ് കൊടുക്കണം. ഒരാൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സജഷൻസ് കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റിയെടുക്കുക. അതാണ് ഹിപ്നോ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് തെറാപ്പി അല്ല, അത് ക്ലിനിക്കൽ ബേസിൽ വന്നതാണ്. നമ്മൾ ചെയ്യണത് ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹിപ്നോട്ടിസം ആണ്. പേടിക്കണ്ട. ഇവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാവരും ഈ ട്രാൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഒരു തവണയെങ്കിലും ഫീൽ ചെയ്തേക്കണ കാര്യമായിരിക്കും. നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണാറുണ്ടാവും അല്ലേ? സ്വപ്നം കാണുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ നല്ല രീതിക്ക് താൻ സ്ട്രോങ് ആണ്. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ഇമാജിനേഷൻ പവർ വേണം. ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? പേടിയൊന്നുമില്ല ഇപ്പോ? ഓക്കെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഇപ്പോ ഇയാൾക്ക് വർക്കൗട്ടായി, ഈ ഫിംഗർ ഇത് ടച്ച് ചെയ്ത് വർക്കൗട്ടായി എന്നും പറഞ്ഞിട്ട് സ്ലീപ്പിലേക്ക് പോകണം അല്ലെങ്കിൽ ട്രാൻസിലേക്ക് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു എക്സ്പീരിമെന്റ് ആണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? പേരെന്തായിരുന്നു? ഷെയ്ക്ക. ഓക്കെ. ജസ്റ്റ് റിലാക്സ് ചെയ്തിരുന്നോ? കാലൊക്കെ ഒന്ന് ലൂസ് ആക്കിട്ടെ. കൈ ഒന്നിങ്ങനെ പിടിക്കൂ. ഓക്കെ അല്ലേ? റിലാക്സ്ഡ് അല്ലേ? ആ കൈ താഴേക്കിട്ടെ. ഷെയ്ക്ക ഇതിലേക്ക് മാത്രം നോക്കണ, അതിലേക്ക് മാത്രം നോക്കിക്കോ.
ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കാം. ശ്രദ്ധ പോകരുത്, അതിലേക്ക് മാത്രം നോക്കാം. പിന്നെ എൻ്റെ വോയിസിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. ഈ കൈകൾ അടുത്തേക്ക് വരുന്നതോറും കണ്ണിന്റെ സ്ട്രെസ് കൂടി കൂടി വരും, കൺപോളകളുടെ ഭാരം കൂടി കൂടി വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. കണ്ണിന്റെ സ്ട്രെസ് കൂടി കൂടി വരും, കൺപോളകളുടെ ഭാരം കൂടി കൂടി വരും. കൈകൾ അടുത്തേക്ക് വരുന്നതോറും നല്ലൊരു സ്ലീപ്പിലേക്കാണ് പോകാൻ പോണത്, നല്ലൊരു ഉറക്കത്തിലേക്കാണ് പോകാൻ പോണത്. കണ്ണിന്റെ പ്രഷർ കൂടി കൂടി വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. സ്ലീപ് സ്ലീപ് ഡീപ്പോ 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 റിലാക്സ് ഡീപ്പോ റിലാക്സ് ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ. ഷെയ്ക്കയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ഷെയ്ക്കയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ചുറ്റുപാടും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു സ്ലീപ്പിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു ഉറക്കത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ക്കയ്ക്ക് എന്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ഞാൻ 5 to 1 കൗണ്ട് ചെയ്യുമ്പോൾ ഈ ഉറക്കത്തിന്റെ ആഴങ്ങൾ കൂടി കൂടി വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ഉറക്കത്തിന്റെ ആഴങ്ങൾ കൂടി കൂടി വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. 5, you are going to a deeper sleep, deeper and deeper. 4, 3, 2, 1. ഷെയ്ക്ക കാല് തൊട്ട് തല വരെയുള്ള എല്ലാ മസിൽസും ലൂസ് ആവണമെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. കാല് തൊട്ട് തല വരെയുള്ള എല്ലാ മസിൽസും ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ക്ക നല്ലൊരു ഉറക്കത്തിലാണുള്ളത്. ഷെയ്ക്ക ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് ഞാൻ എപ്പോഴൊക്കെ ഷെയ്ക്കയുടെ നെറ്റിയിൽ ടച്ച് ചെയ്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞാലും നല്ലൊരു ഉറക്കത്തിലേക്ക് ഓണായിരിക്കും. ഞാൻ എപ്പോഴൊക്കെ നെറ്റിയിൽ ടച്ച് ചെയ്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞാലും നല്ലൊരു ഉറക്കത്തിലേക്കാണ് ഇനി പോകാൻ പോണത്. ഞാൻ എപ്പോഴൊക്കെ ഇനി നെറ്റിയിൽ ടച്ച് ചെയ്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞാലും നല്ലൊരു ഉറക്കത്തിലേക്ക് പോയേ. 1 2 3 വേക്കാം. ഹായ്, റിലാക്സ് ആയില്ലേ? നല്ല റിലാക്സേഷൻ കിട്ടിയില്ലേ? ഓക്കെ, ജസ്റ്റ് എൻ്റെ കയ്യിലേക്ക് നോക്കിയേ. സ്ലീപ് സ്ലീപ് ഡീപ്പോ 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 റിലാക്സ് ഡീപ്പർ റിലാക്സ് ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ റിലാക്സ് ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ റിലാക്സ് ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ. ഷെയ്ക്കയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു ഉറക്കത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു സ്ലീപ്പിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ക്ക ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് ഇംഗ്ലീഷിലുള്ള ഒന്നും തന്നെ വായിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷിലുള്ള ഒരു കാര്യവും വായിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷിലുള്ള ഒന്നും വായിക്കാൻ പറ്റില്ല. ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് ഇംഗ്ലീഷിലുള്ള ഒരു വാക്കും ഒരു വേർഡ്സും കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നതായിരിക്കില്ല. 1 2 3 വേക്കാം. ഹായ്, ഞാൻ കുറച്ച് വേർഡ്സ് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഉറക്കെ പറയരുത് കേട്ടോ. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഉറക്ക വായിക്കരുത്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇതൊന്ന് വായിക്കോ? കിട്ടണില്ല? ടെൻഷൻ ആവണ്ട, ഉറക്ക വായിക്കരുത് കേട്ടോ. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതൊന്ന് വായിക്കാൻ നോക്കി. പറ്റുന്നില്ല. ഒരു ലെറ്റേഴ്സും വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യണേ. ഒന്ന് വായിക്കാൻ പറ്റുമോ നോക്കൂ. കിട്ടുന്നില്ല. ഓക്കെ, ഇതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കണേ. നോക്കി. കിട്ടുന്നില്ല. ഓക്കെ, ശരിക്കും ടെൻഷൻ ആവണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാ ലെറ്റേഴ്സും എല്ലാ വേർഡ്സും കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. ഞാൻ സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും. നോക്കിയേ. ഓക്കെ, ഇനി വായിക്കാൻ പറ്റുമേ. നോക്കാം. ഉറക്കം വായിക്കരുത് കേട്ടോ. നിങ്ങൾ ഉറക്കം വായിക്കരുത്. ഇതൊന്ന് വായിക്കോ? ഓക്കെ, മൈക്ക് കൈ പിടിച്ചോ. നോക്കാം. ഓക്കെ, നോക്കാം. ഉറക്കം വായിക്കരുതേ. education, maintain, ഓക്കെ, താങ്ക് യു. പോരുതേ. ഒരു ഗേൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരാവോ? ഒരു ഗേൾ. ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്നാ മതി. ഷെയ്ക്ക് എൻ്റെ കയ്യിലേക്ക് ഒന്ന് വെച്ചിട്ട് ബാക്കിൽ നിന്നേക്കണേ. കയ്യിലേക്ക് നോക്കാം.
സ്ലീപ് സ്ലീപ് ഡീപ്പോ 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 റിലാക്സ് ഡീപ്പോ റിലാക്സ് ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ. ഷെയ്ക്ക ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് 3 എന്നുള്ള നമ്പർ ഇനി കൗണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 3 എന്നുള്ള നമ്പർ ഇനി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു നമ്പർ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മറന്നു വയ്ക്കുകയാണ്. ആ ഒരു നമ്പർ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മറന്നു വയ്ക്കുകയാണ്. ഷെയ്ക്ക ഇനി കൗണ്ട് ചെയ്യാൻ പോണത് 1 2 4 5 6 7 8 9 10 11 എന്നാണ്. 1 2 4 5 6 7 8 9 10 11 എന്ന ഓർഡറിലായിരിക്കും ഇനി കൗണ്ട് ചെയ്യുക. ഷെയ്ക ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് ഇനി കൗണ്ട് ചെയ്യാൻ പറഞ്ഞ ഷെയ്ക കൗണ്ട് ചെയ്യാൻ പോണത് 1 2 4 5 6 7 8 9 10 11 എന്നാണ്. 1 2 4 5 6 7 8 9 10 11 എന്ന ഓർഡറിലാണ് ഇനി കൗണ്ട് ചെയ്യാൻ പോണത്. ജസ്റ്റ് വേക്കപ്പ്. ഒന്ന് കൗണ്ട് ചെയ്യോ? കൗണ്ട് ചെയ്തോ? 7 8 9 10 11 12. ഓക്കെ, ഒന്ന് സ്പീഡിൽ കൗണ്ട് ചെയ്തേ. 1 2 4 5 6 7 8 9 10 11. എന്തി ഒന്ന് 2 കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൗണ്ട് ചെയ്തേ. 1 ഓരോ കൗണ്ട് ഓരോ One. നമ്പർ. 2 ആ 4 ഉം. 5 Mm. 6 7 8 9 10 11 12. ഒരു നമ്പർ കിട്ടണല്ലേ അല്ലേ? ജസ്റ്റ് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു നമ്പർ എടുത്തത്. ഇനി ആ നമ്പർ കൗണ്ട് ചെയ്യാൻ പറ്റും. ഒന്ന് കൗണ്ട് ചെയ്തേക്ക്. 1 2 3 4 5 6 7 8 9. ഞാൻ ആ നമ്പർ എടുത്തിട്ട് കളഞ്ഞു. പോയാണ്ടോ? കണ്ടോ പോയത്? ഇല്ലേ? ഷെയ്ക്ക് പക്ഷെ ഇനി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് കൗണ്ട് ചെയ്തേക്ക്. 1 Mm. 2 4 5 6 7 8 9 10 11. ഓക്കെ, ഞാൻ ആ നമ്പർ തിരിച്ചുതരാം. കൈ തന്നെ വെച്ചോ. ഇനി ഓർമ്മയുണ്ടാവും. ഒന്ന് കൗണ്ട് ചെയ്തോ. 1 2 3 4 ഓക്കെ 5 ഓക്കെ ഓക്കെ. ഷെയ്ക്കാ ജസ്റ്റ് കയ്യിലേക്ക് പോകാം. കയ്യിലേക്ക് നോക്കാം. സ്ലീപ് സ്ലീപ് ഡീപ്പോ 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 റിലാക്സ് ഡീപ്പോ റിലാക്സ് ഡീപ്പർ ആൻഡ് ഡീപ്പോ. നമ്മുടെക്ക് ചെറുപ്പത്തില് നമുക്ക് ഇട്ടേക്കണ പേരുകളില്ലേ, നമ്മുടെ സ്വന്തം നെയിം, അതൊക്കെ ഒരാൾ മറന്നു പോവും. ഇല്ല, എപ്പോ ചോദിച്ചാലും ഓർമ്മ ഉണ്ടാവൂലേ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഷെയ്ക്ക ഇനി കണ്ണു തുറന്നു കഴിഞ്ഞാല് സ്വന്തം പേര് ഇനി ഓർമ്മ ഉണ്ടാവില്ല. സ്വന്തം നെയിം ഇനി ഓർമ്മ ഉണ്ടാവില്ല. ഇനി കണ്ണു തുറന്നു കഴിഞ്ഞാല് സ്വന്തം നെയിം ആര് ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും ഇനി സ്വന്തം പേര് പറയാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് മറന്നു വയ്ക്കുകയാണ്. സ്വന്തം പേര് പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് മറന്നു വയ്ക്കുകയാണ്. ഇനി കണ്ണു തുറന്നു കഴിഞ്ഞാല് ആരൊക്കെ പേര് ചോദിച്ചാലും സ്വന്തം പേര് ഇനി ഓർത്തെടുക്കാൻ പറ്റില്ല. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടാവും, പക്ഷെ സ്വന്തം പേര് ഇനി ഓർമ്മയുണ്ടാവില്ല. നെക്സ്റ്റ് ടൈം കണ്ണു തുറന്നു കഴിഞ്ഞാല് സ്വന്തം നെയിം മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മറന്നു വയ്ക്കുകയാണ്. എത്ര ശ്രമിച്ചാലും അത് ഇനി പറയാൻ പറ്റില്ല. സ്വന്തം നെയിം മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മറന്നു വയ്ക്കുകയാണ്. അത് ഞാൻ ചോദിച്ചാലും ആര് ചോദിച്ചാലും ഇനി ഓർമ്മയുണ്ടാവില്ല. 1 2 3 വേക്കപ്പ്. ഹായ്, ഞാൻ ഇവിടെ വന്നപ്പോ തന്റെ അടുത്ത് പേര് ചോദിക്കാൻ മറന്നുപോയി. പേരെന്തായിരുന്നു? പേരെന്താണെന്നറിയോ? അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിച്ചു. ഓർമ്മയില്ല? ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സിന്റെ ആരെയൊക്കെ പേരറിയാം? റിഫ റിഫ, സിനാന് ഷംന ഐഷ. അവരൊക്കെ കേട്ടിട്ടുണ്ട്. തന്റെ പേരെന്തായിരുന്നു? അറിയില്ല. ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ തന്റെ പേര് ഓർമ്മയുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഫ്രണ്ട്സിന്റെ പേരൊക്കെ മറക്കും. നോക്കി, തന്റെ പേരെന്താ? ഷെയ്ക്ക. ഈ ഫ്രണ്ട്സിന്റെ പേര് ഓർമ്മയുണ്ടോ? ഓർമ്മ കിട്ടില്ല. ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ കിട്ടും പേര്. കിട്ടണ്ടോ? എന്താ? റിഫ റിഫ. ഐഷ സിനാന്. ഓക്കെ ഓക്കെ. കയ്യിലേക്ക് നോക്കിയോ. സ്ലീപ് സ്ലീപ് ഡീപ്പോ 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 റിലാക്സ് ഡീപ്പോ റിലാക്സ് ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ ഡീപ്പർ ആൻഡ് ഡീപ്പോ. ഷെയ്ക്കയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ഷെയ്ക്കയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു ഉറക്കത്തിലേക്കാണ് കൊണ്ടുപോയിക്കുന്നത്.
ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു സ്ലീപ്പിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക, എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു ഉറക്കത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ മുൻപിൽ കാണുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹിപ്നോട്ടിസം വഴി? ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വിഷ്വൽ കിട്ടണമെന്നില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരാളൊന്ന് വരാമോ? ഷെയ്ഖ ഇനി കണ്ണുറക്കണ ടൈമില് ഷെയ്ഖ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സെലിബ്രിറ്റി മുൻപിലുണ്ടാവും. ഷെയ്ഖ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സെലിബ്രിറ്റി ആയിരിക്കും ഇനി മുൻപിലുണ്ടാവുക. ഷെയ്ഖിക്ക് ആ സെലിബ്രിറ്റീനെ ഭയങ്കര ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ് ഇനി മുൻപിലുണ്ടാവുക. ഷെയ്ഖ നെക്സ്റ്റ് ടൈം കണ്ണുറക്കുമ്പോ ഷെയ്ഖ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സെലിബ്രിറ്റി മുൻപിലുണ്ടാവും. ഷെയ്ഖും ആളും തമ്മിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരിക്കും. ഷെയ്ഖയുടെ മുൻപിലുള്ളത് സെലിബ്രിറ്റിയാണ്. ഷെയ്ഖ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സെലിബ്രിറ്റിയാണ് ഇനി കണ്ണോർക്കുമ്പോൾ മുൻപിൽ കാണാൻ പറ്റുക. 1 2 3 വേക്കപ്പ്. ഇല്ല, കിട്ടുന്നില്ല. ഓക്കെ, കയ്യിലേക്ക് നോക്കാം. സ്ലീപ് സ്ലീപ് ഡീപ്പർ 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 റിലാക്സ് ഡീപ്പർ റിലാക്സ്. റിലാക്സ് ചെയ്തോ. നല്ല റിലാക്സേഷൻ, നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാൻ പറ്റണം. നല്ല റിലാക്സേഷനും നല്ലൊരു കംഫർട്ടും ഫീൽ ചെയ്യാൻ പറ്റണം. ഷെയ്ഖിനെ ഈ ഒരു സ്ലീപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഈ ഒരു സ്ലീപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഞാൻ 1 2 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരുന്നതായിരിക്കും. ഞാൻ 1 2 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരുന്നതായിരിക്കും. ഈ ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും, നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല എനർജി നല്ലൊരു ഹാപ്പിനെസ്സും ഫീൽ ചെയ്യാൻ പറ്റും. ഷെയ്ഖ നല്ല റിലാക്സേഷൻ നല്ലൊരു കംഫർട്ടൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി കണ്ണുറന്നു കഴിഞ്ഞാൽ നല്ല എനർജി ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ പോവാണ്. ഈ ഒരു ട്രാൻസിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോവാണ്. ഷെയ്ഖ നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ തന്ന എല്ലാ സജഷനും ഞാൻ തിരിച്ചെടുക്കാൻ പോവാണ്. ഞാൻ തന്ന എല്ലാ സജഷനും തിരിച്ചെടുക്കാൻ പോവാണ്. ഷെയ്ഖ ഈ ഒരു ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോവാണ്. 1 2 3 വേക്കപ്പ്. റിലാക്സ് ആയോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കും ഇവർക്ക്. വല്ലാത്ത എക്സ്പീരിയൻസ്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇവിടെ നടന്നത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇവിടെ എന്താ നടന്നെന്ന് ഓർമ്മയുണ്ടാവും? എന്താ നടന്നെന്ന് ഓർമ്മയുണ്ടാവും? പേര് മറന്നു. പിന്നെ വായിക്കാൻ പറ്റിയില്ല. വേറെ എന്തെങ്കിലും നടന്നായിരുന്നോ? പറ്റിയില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല റിലാക്സേഷൻ ഉണ്ടോ? എനർജി തോന്നുന്നുണ്ടോ? ഇപ്പോ നല്ല എനർജി തോന്നുന്നുണ്ടോ? ഉണ്ട്. ഞാനൊരു കാര്യം നോക്കിയോട്ടെ, ജസ്റ്റ് എന്റെ കയ്യിലേക്ക് നോക്കൂ. സ്ലീപ്പ് സ്ലീപ്പ്. ഷെയ്ഖ, ഞാൻ ഇനി നെറ്റ് ടച്ച് ചെയ്ത് സ്ലീപ്പ് എന്നൊന്നും പറഞ്ഞ സ്ലീപ്പിലേക്ക് പോവില്ല. ഈ ഒരു ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോവാണ്. ഈ ട്രാൻസിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോവാണ്. ഞാൻ തന്ന എല്ലാ സജഷനും തിരിച്ചെടുക്കുകയാണ്. ഞാൻ തന്ന എല്ലാ സജഷനും ഞാൻ തന്നെ എടുത്തേക്കാണ്. ഇനി സ്ലീപ്പിലേക്ക് ഒന്നും പോവില്ല. 1 2 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നേക്കാണ്. 1 2 3 വേക്കപ്പ്. ഓക്കെ, എണീക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ, പോവാം. താങ്ക് യു. നല്ലൊരു കൈയ്യടി കൊടുക്കാം. കണ്ണിലേക്ക് നോക്കുമ്പോ എല്ലാം തോന്നണ്ടോ? ഒന്നും തോന്നലില്ല. ഞാനൊരു ദിവസം ഹിപ്നോട്ടിസം ചെയ്യാനായിട്ട് ഒരു ഗേളിന്റെ അടുത്താണ് ഞാൻ കണ്ണിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു കണ്ണിലേക്ക് നോക്കിയ പ്രേമിക്കുന്നു. ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ മെന്റലി ഓക്കെ അല്ലേ? മെന്റലി ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റ് കണ്ണിലേക്ക് നോക്കാം. എന്താടാ കൈ താഴേക്കിട്. നീ ഫ്രീ ആയിട്ട് ഇരുന്നോ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല. എന്റെ കണ്ണിലേക്ക് നോക്കിയേ. ടേക്ക് ഡീപ് ബ്രീത്ത്.
breathe out, breathe in, breathe out, breathe in. Sleep, sleep, deeper, 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 relax, deeper, relax, deeper and deeper, deeper and deeper, deeper and deeper. അക്ഷയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. അക്ഷയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും അക്ഷയിനെ നല്ലൊരു ഉറക്കത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോണത്. അക്ഷയിനെ നല്ലൊരു ഉറക്കത്തിലേക്ക്. അക്ഷയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും അക്ഷയിനെ നല്ലൊരു സ്ലീപ്പിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ 5 to 1 കൗണ്ട് ചെയ്യുമ്പോൾ അക്ഷയ് നല്ലൊരു ഡീപ്പർ സ്ലീപ്പിലേക്കാണ് പോകാൻ പോകുന്നത്. അക്ഷയ് നല്ല ഡീപ്പർ സ്ലീപ്പിലേക്കാണ് പോണത്. 5, 4, 3, 2, 1. അക്ഷയുടെ കാല് തൊട്ട് തല വരെയുള്ള എല്ലാ മസിൽസും ലൂസ് ആവണത് ഫീൽ ചെയ്യാൻ പറ്റും. കാല് തൊട്ട് തല വരെയുള്ള എല്ലാ മസിൽസും ലൂസ് ആവണത് ഫീൽ ചെയ്യാൻ പറ്റും. അക്ഷയ് നല്ലൊരു ഉറക്കത്തിലാണുള്ളത്. അക്ഷയുടെ എല്ലാ ബോഡി മസിൽസും ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്ലീപ്പിലാണ് ഉള്ളത്. അക്ഷയ് നല്ലൊരു ഉറക്കത്തിലാണുള്ളത്. അക്ഷയ് ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് അക്ഷയുടെ നെറ്റത്ത് ടച്ച് ചെയ്ത് ഞാൻ എപ്പോഴൊക്കെ സ്ലീപ്പ് എന്ന് പറഞ്ഞാലും അക്ഷയ് നല്ലൊരു ഉറക്കത്തിലേക്ക് പോണതായിരിക്കും. ഞാൻ അക്ഷയുടെ നെറ്റത്ത് ടച്ച് ചെയ്ത് എപ്പോഴൊക്കെ സ്ലീപ്പ് എന്ന് പറഞ്ഞാലും അക്ഷയ് നല്ലൊരു സ്ലീപ്പിലേക്ക് പോണതായിരിക്കും. ഞാൻ അക്ഷയുടെ നെറ്റത്ത് ടച്ച് ചെയ്ത് എപ്പോഴൊക്കെ സ്ലീപ്പ് എന്ന് പറഞ്ഞാലും അക്ഷയ് നല്ലൊരു ഉറക്കത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അക്ഷയ്ക്ക് നല്ലൊരു കംഫർട്ടും നല്ല റിലാക്സേഷനും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതുവരെ ഇതുപോലുള്ളൊരു സ്ലീപ്പ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അക്ഷയ് ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് ഞാൻ അക്ഷയുടെ നെറ്റിയിൽ ടച്ച് ചെയ്ത് എപ്പോഴൊക്കെ സ്ലീപ്പ് എന്ന് പറഞ്ഞാലും നല്ലൊരു ഉറക്കത്തിലേക്ക് പോകണതായിരിക്കും. 1, 2, 3 വേക്ക് അപ്പ്. ഹായ്, റിലാക്സ് ആയില്ലേ? ആയോ? കുഴപ്പമൊന്നുമില്ല. അന്ന് എന്റെ കയ്യിലേക്ക് നോക്കി. സ്ലീപ്പ്, സ്ലീപ്പ്, ഡീപ്പോ, റിലാക്സ്, ഡീപ്പർ ആൻഡ് ഡീപ്പോ, റിലാക്സ്, സ്ലീപ്പ്. കണ്ടിന്യൂ ചെയ്തോ. ഈ ഒരു സ്ലീപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്തോ. ടെൻഷൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ദക്ഷ, ഞാൻ ചിരിപ്പിക്കില്ല. എന്റെ കയ്യിലേക്ക് നോക്കും. ഇവിടേക്ക് നോക്കണേ. ഈ ഒരു പോയിന്റിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ നെറ്റത്ത് ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൈകൾ അടുത്തേക്ക് വരുന്തോറും കണ്ണിന്റെ സ്ട്രെസ് കൂടി വരും. കൺപോളകളുടെ ഭാരം കൂടി വരും. കണ്ണുകളുടെ പ്രഷർ കൂടി വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു സ്ലീപ്പിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. എന്റെ കൈകൾ അടുത്തേക്ക് വരുന്നതോറും നല്ലൊരു ഉറക്കത്തിലേക്കാണ് പോകുന്നത്. യു ആർ ഗോയിങ് ടു എ ഡീപ്പർ സ്ലീപ്പ്, ഡീപ്പർ ആൻഡ് ഡീപ്പോ. ദക്ഷയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു ഉറക്കത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദക്ഷനെ നല്ലൊരു സ്ലീപ്പിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. നല്ലൊരു ഉറക്കത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 5 to 1 കൗണ്ട് ചെയ്യുമ്പോൾ ഈ ഉറക്കത്തിന്റെ ആഴങ്ങൾ കൂടി വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. 5, 4, 3, 2, 1. ദക്ഷയുടെ കാല് തൊട്ട് തലവരെയുള്ള എല്ലാ മസിൽസും ലൂസ് ആണെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ദക്ഷ നല്ലൊരു ഉറക്കത്തിലാണ്. നല്ല റിലാക്സേഷൻ, നല്ലൊരു കംഫർട്ടും ഫീൽ ചെയ്യാൻ പറ്റും. ദക്ഷ ഒരു ട്രാൻസ് സ്റ്റേജിലാണുള്ളത്. ദക്ഷ ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് ഞാൻ എപ്പോഴൊക്കെ നെറ്റിയിൽ ടച്ച് ചെയ്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞാലും നല്ലൊരു ഉറക്കത്തിലേക്ക് പോകണതായിരിക്കും. നല്ലൊരു ഉറക്കത്തിലേക്കാണ് ഈ പോകാൻ പോകുന്നത്. ഞാൻ എപ്പോഴൊക്കെ ദക്ഷയുടെ നെറ്റിയിൽ ടച്ച് ചെയ്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞാലും ദക്ഷ നല്ലൊരു ഉറക്കത്തിലേക്ക് പോകണതായിരിക്കും. ദക്ഷ നല്ലൊരു ഉറക്കത്തിനുള്ളത്, നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ പറ്റും, നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ദക്ഷയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാ ശബ്ദങ്ങളും നല്ലൊരു റിലാക്സേഷൻ, നല്ലൊരു കംഫർട്ടും തരുന്നതായിരിക്കും. നല്ലൊരു ഉറക്കത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ദക്ഷയുടെ നെറ്റിയിൽ ടച്ച് ചെയ്ത് എപ്പോഴൊക്കെ സ്ലീപ്പ് എന്ന് പറഞ്ഞാലും നല്ലൊരു ഉറക്കത്തിലേക്ക് പോകണമായിരിക്കും. ദക്ഷ ഇനി കണ്ണുറന്നാല് ഞാൻ എപ്പോഴൊക്കെ നെറ്റിയിൽ ടച്ച് ചെയ്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞാലും നല്ലൊരു ഉറക്കത്തിലേക്ക് പോവുകയെ. 1, 2, 3 വേക്ക് അപ്പ്. റിലാക്സ്ഡ് ആയോ? മസിൽസ് ലൂസ് ആവണ പോലെ തോന്നിയായിരുന്നോ? കുഴപ്പമില്ല.
അക്ഷയ്ക്ക് നല്ലൊരു ഉറക്കത്തിലാണുള്ളത്. അക്ഷയ് നല്ലൊരു ഉറക്കത്തിലാണുള്ളത്. അക്ഷയ്ക്ക് നല്ല റിലാക്സേഷൻ, നല്ലൊരു കംഫർട്ടും ഫീൽ ചെയ്യാൻ പറ്റണ്ടാവും. അക്ഷയ്ക്ക് നല്ല റിലാക്സേഷനും നല്ലൊരു കംഫർട്ടും ഫീൽ ചെയ്യാൻ പറ്റണ്ടാവും. നമുക്കൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അക്ഷയ് ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് അക്ഷയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി എണീക്കാൻ പറ്റില്ല. അക്ഷയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി എണീക്കാൻ പറ്റില്ല. അക്ഷയുടെ ഫുൾ ബോഡി മസിൽസ് വീക്ക് ആവണത് ഫീൽ ചെയ്യാൻ പറ്റും. അക്ഷയുടെ ഫുൾ ബോഡി മസിൽസ് വീക്ക് ആവണത് ഫീൽ ചെയ്യാൻ പറ്റും. അക്ഷയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാൻ പറ്റില്ല. ഫുൾ ബോഡി വെയിറ്റ് അവിടേക്ക് വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ഫുൾ ബോഡി വെയിറ്റ് അവിടേക്ക് വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. അക്ഷയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി എണീക്കാൻ പറ്റില്ല. അക്ഷയ് ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി എണീക്കാൻ പറ്റില്ല. ട്രൈ ചെയ്യുന്നതോറും വളരെ ഹാർഡായിക്കൊണ്ടേയിരിക്കും. അക്ഷയ് ഇനി കണ്ണുറന്നു കഴിഞ്ഞാല് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി എണീക്കാൻ പറ്റില്ല. അക്ഷയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി എണീക്കാൻ പറ്റില്ല. 1 2 3 വേക്കപ്പ്. ഉറങ്ങിയാ ഇല്ലേ? എന്ത് ജസ്റ്റ് ഒന്ന് എണീക്കാൻ നോക്കിയേ. കാല് തരിച്ചാ? ട്രൈ ചെയ്തു. പറ്റോ? അക്ഷയ് ട്രൈ ചെയ്യുന്നവർ വളരെ ഹാർഡായിരിക്കും. അക്ഷയ്ക്ക് എണീക്കാൻ പറ്റില്ല. അക്ഷയ്ക്ക് എണീക്കണോ? ദക്ഷ എണീറ്റോളാൻ പറഞ്ഞാൽ അക്ഷയ്ക്ക് എണീക്കാം. ദക്ഷ എണീറ്റോളാൻ പറഞ്ഞാൽ അക്ഷയ്ക്ക് എണീക്കാം. അവിടെ ഓക്കെ അല്ലേ? ഇനി എണീറ്റ് നടക്കാനൊന്നും കുഴപ്പമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലേ? ഇരുന്നേ. ഇനി എണീക്കാൻ പറ്റില്ലല്ലോ? പറ്റോ? പറ്റില്ല എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചേ. പറ്റില്ല. അക്ഷയ്ക്ക് ഇനി എണീക്കാൻ പറ്റില്ല. ഫുൾ ബോഡി വെയിറ്റ് വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല വെയിറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. ഉണ്ടോ? എണീക്കാൻ പറ്റുമോ? ഉറപ്പാണോ? എണീക്കാൻ പറ്റില്ല എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് എണീക്കാൻ നോക്കി. പറ്റോ? പറ്റെങ്കിൽ ട്രൈ ചെയ്തോ. ഓക്കെ, സീനൊന്നുമില്ല. അന്ന് അവിടെ തന്നെ ഇരുന്നോ? സീൻ ഉണ്ടെന്ന്. ഓക്കെ, എന്നാ വേറൊന്നും ട്രൈ ചെയ്യില്ല? വേറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ പണി. കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എണീറ്റ് നടന്നേ. കുഴപ്പമില്ലല്ലോ? ഇരുന്നേ. കയ്യിലേക്ക് നോക്കി. സ്ലീപ്പ്. കുഴപ്പമില്ല. ഓക്കെ, എണീറ്റോ പോ. എടാ നീ പേടിക്കണ്ട, ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുവിടാൻ പറ്റില്ല. അതുകൊണ്ടാ. നിങ്ങക്ക് എണീക്കാൻ പറ്റണ്ടോ? പറ്റോ? ശരിയായില്ലത്. കയ്യിലേക്ക് നോക്കിയേ. നിങ്ങക്ക് ഇവിടെ ആരും നോക്കാനാ തോന്നണേ? ചിരി വരുന്നുണ്ടോ നിങ്ങക്ക്? ഏത് തട്ടോട്ടതാ? ഞാൻ ഇതിലേക്ക് നോക്കാൻ പറഞ്ഞതാ. സ്ലീപ്പ് ഡീപ്പോ. അക്ഷയ്ക്ക് എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. അക്ഷയ്ക്ക്
എന്റെ ശബ്ദം മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ഞാൻ അക്ഷയിനെ ഈ ഒരു സ്ലീപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. അക്ഷയിനെ ഈ ഒരു ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഞാൻ 1 2 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്ഷയ് പൂർണ്ണമായിട്ടും പഴയ സ്ഥിതിയിലേക്ക് ആവണതായിരിക്കും. പൂർണ്ണമായിട്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആവണതായിരിക്കും. ഇനി അക്ഷയ് ഈ ഒരു ട്രാൻസിലേക്ക് പോകുന്നതായിരിക്കില്ല. ഞാൻ 1 2 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്ഷയ് ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിനേക്കാളും എനർജി ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നതിനേക്കാളും നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അക്ഷയ് ഇനി കണ്ണുറക്കുമ്പോൾ നല്ലൊരു ചിരിച്ച ഫേസോട് കൂടി കണ്ണുറക്കുന്നതായിരിക്കും. നല്ല ചിരിച്ച ഒരു ഫേസോട് കൂടിയായിരിക്കും ഇനി കണ്ണുറക്കാൻ പോകുന്നത്. അക്ഷയ് എപ്പോഴൊക്കെ എൻ്റെ ഫേസിലേക്ക് നോക്കിയാലും അക്ഷയ്ക്ക് നല്ല ചിരി വരുന്നതായിരിക്കും. നല്ല രീതിക്ക് പൊട്ടിച്ചിരിക്കുന്നതായിരിക്കും. അക്ഷയ് എപ്പോഴൊക്കെ എൻ്റെ ഫേസിലേക്ക് നോക്കിയാലും നല്ല പൊട്ടിച്ചിരിക്കുന്നതായിരിക്കും. അക്ഷയ്ക്ക് നല്ല ചിരി വരുന്നതായിരിക്കും എൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ. അക്ഷയ് ഈ ഒരു സ്ലീപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ പോവാണ്. ഞാൻ 1 2 3 കൗണ്ട് ചെയ്ത് തന്നെ ഈ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പോവാണ്. 1 2 3 വേക്കപ്പ്. എന്താ അക്ഷയ്? ഒന്നുമില്ലേ? അക്ഷയ്ക്ക് എന്തെങ്കിലും പറ്റിയ? അക്ഷയ് എന്നെ നോക്കിയേ, അവിടെ നോക്കിയേ, എന്നെ നോക്കിയേ. ചെയ്യാൻ തരോ? ജസ്റ്റ് സ്ലീപ്പ് ഡീപ്പർ അക്ഷയ് സ്ലീപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ പോവാണ്. ഈ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ പോവാണ്. ഞാൻ തന്ന എല്ലാ സജഷനും തിരിച്ചെടുക്കാണ്. അക്ഷയ് പഴയ പോലെ തന്നെ തിരിച്ചാവാൻ പോവാണ്. നല്ലൊരു എനർജി ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും. അക്ഷയ് ഇവിടെ വന്നതിനേക്കാളും നല്ലൊരു എനർജി ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അക്ഷയ് പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആവാൻ പോവാണ്. അക്ഷയ് വന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആവാൻ പോവാണ്. അതിനേക്കാളും നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ 1 2 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ പോവാണ്. ഞാൻ 1 2 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ പോവാണ്. 1 2 3 വേക്കപ്പ്. എണീറ്റോ? ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങളുടെ കൂട്ടത്തിൽ ബുക്സ് ഒക്കെ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യം വരാം. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. പേരെന്താ? കൃഷ്ണ. ഓക്കെ. ബുക്സ് വായിക്കാറുണ്ടല്ലേ? ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ ഒരു ബുക്ക്? ദേജാവു കേട്ടുണ്ടോ? ദേജാവു എന്താണെന്നറിയോ? തോന്നും. യെസ് അല്ലേ? മനസ്സിലായോ? കേട്ടിട്ടില്ല? ദേജാവു എന്താന്ന് കേട്ടില്ല? എന്താന്നറിയില്ല. ദേജാവു എന്താന്നറിയില്ല. വലിയ ക്ലിയർ ആയിട്ട് അറിയില്ല. ഓക്കെ. ദേജാവു എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഒരു കാര്യം നമ്മൾ കണ്ടു, പക്ഷെ നമുക്ക് അത് മുൻപേ നമ്മൾ കണ്ടതായിട്ടൊരു ഇത് വരാറുണ്ട് നമുക്ക്, അല്ലേ? ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു തോട് നമുക്ക് വരാറില്ലേ? അതാണ് ദേജാവു എന്ന് പറയുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണിത്. ഇതിൽ ഏകദേശം ഒരു 328 പേജസ് ഉണ്ട്. 328 പേജസ് ഉണ്ട്. ഓക്കെ മാം, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ പേജസ് ഡ്രിഫിൾ ചെയ്യും. ഇങ്ങനെ ഡ്രിഫിൾ ചെയ്ത് സ്റ്റോപ്പ്, മാമിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം. ഇപ്പൊ ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞു. ഇപ്പൊ ഇതൊരു ചാപ്റ്ററാണ് വന്നത്. നമുക്ക് ചാപ്റ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞു. ഇപ്പൊ ഈ ജസ്റ്റ് ഈ പേജ് നമ്പർ നോക്കി വയ്ക്കാം സ്റ്റോപ്പ് പറയുമ്പോൾ. പിന്നെ ഫസ്റ്റ് വേർഡ് കണ്ടോ? കോപ്സ്. അതേപോലെ ഇപ്പൊ 203 ഫസ്റ്റ് വേർഡ് ഓൾ ആയിരുന്നു. അതേപോലെ ഇതിന്റെ ഫസ്റ്റ് വേർഡ് പാർട്ട്. അങ്ങനെ ഓരോ ഇതുകളുണ്ട്, അല്ലെ? ഞാൻ അത് ഡ്രിഫിൾ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളൊരു പോർഷനിൽ സ്റ്റോപ്പ് പറയാം. ഓക്കെ അല്ലേ?
Stop. ഒരു കാര്യം നോക്കിയില്ലേ, നോക്കിയിട്ടല്ലേ സ്റ്റോപ്പ് പറഞ്ഞേ, നോക്കാണ്ട് സ്റ്റോപ്പ് പറയാം. Stop. ഓക്കെ, അത്ര ഇത് വേണ്ട. ഓക്കെ, ആ ഒരു പേജ് നമ്പറും ആ ഒരു ഫസ്റ്റ് വേർഡും മാത്രം നോക്കോ. ഓക്കെ അല്ലേ? ഈ ചാപ്റ്ററും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അല്ല, പേജ് നമ്പറും ഫസ്റ്റ് വേർഡും ഒന്ന് നോക്കി വെക്കണേ. മറന്നൊന്നും പോവില്ലല്ലോ? ഇല്ല. ഓക്കെ, ഈ ബുക്ക് കയ്യിൽ പിടിക്കാം. ആ ഒരു പേജ് നമ്പർ ഒന്ന് ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരോ. എന്റെ ഫേസിലേക്ക് നോക്കാം. എത്ര ഡിജിറ്റുള്ള നമ്പറാണെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നെ. പറയണ്ട, മനസ്സിലത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ഡിജിറ്റ് ആണെന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ത്രീ ആണോ? Yes. 3 ആണ്. ആ ലാസ്റ്റ് നമ്പർ ഒന്ന് കൊണ്ടുവരും. 3 ഡിജിറ്റിലെ ഏറ്റവും ലാസ്റ്റ് നമ്പർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഫുൾ നമ്പർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഫുൾ നമ്പർ പേടിയാവണ്ടോ? ഇല്ലല്ലോ. ഫുൾ നമ്പർ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിലെവിടെയെങ്കിലും ഒരു 7 ഉണ്ടോ? 7 Yes. 7 ഉണ്ട്. ലാസ്റ്റ് നമ്പർ ആണോ 7? അതെ. ലാസ്റ്റ് നമ്പർ ആണ് 7. ഓക്കെ, താങ്ക് യു. ഫുൾ നമ്പർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുതന്നെ. മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുക. ലൈക്ക് 137 137 137 137. 137. ഓക്കെ, ഒരു വേർഡും കൂടി ഉണ്ടായിരുന്നല്ലേ? ആ ഒരു വേർഡ് മനസ്സിലേക്ക് കൊണ്ടുവരും. ട്രൈ ചെയ്ത് നോക്കാം. എത്ര ലെറ്റേഴ്സിനൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. പറയണ്ട കേട്ടോ. കിട്ടിയോ? ഓക്കെ, മാമിന് പെട്ടെന്ന് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ വേർഡാണ്. ഒരു 3 ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡാണ്. Yes. ഓക്കെ, കറക്റ്റ് ആണ്. ആ ലാസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ഇടയിൽ ഒരു സ്ക്രീൻ ഉണ്ട്. അതിലിങ്ങനെ ഓ ഓ ഓ ആണ്. ഓ ആണ്. ആ ഒരു വേർഡ് മനസ്സിലേക്ക് കൊണ്ടുവരാം. മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കുക. ഹു 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 അതെ. ഹു ആണ്. Thank you. ഓക്കെ, നമ്മൾ ഇവിടെ വന്നപ്പോൾ പരിചയമുള്ളേ അല്ലേ? ഇവിടെ വന്ന് ഇപ്പൊ ഒരാളോട് വരാൻ പറഞ്ഞു, അപ്പൊ സ്റ്റേജിലേക്ക് വരും. നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു എന്തെങ്കിലും? ഇല്ലല്ലോ. ഇതിന് മുൻപ് എന്നെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഇവരുടെ വിചാരം നമ്മൾ പ്ലാൻ ചെയ്തതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. എല്ലാവർക്കും ആ പേജ് നമ്പർ 137 ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും. ആ പേജ് ഇല്ല. എന്താ പറ്റിയേ? കീറിപ്പോയി. കീറിപ്പോയോ? പേജ് നമ്പർ കീറിപ്പോയിന്ന്. പിന്നെ നേരത്തെ ഒരു എൻവലപ്പ് തന്നായിരുന്നില്ലേ? അത് ഞാൻ പിന്നീട് ടച്ച് ചെയ്തിട്ടില്ല. അതൊന്ന് ഓപ്പൺ ചെയ്യാവോ? അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? പുറത്തേക്ക് എടുക്കാം. എന്താ അത്? 137 പേജ് നമ്പർ 137. പേജ് മാച്ച് ആണോ നോക്കൂ. ഇതിന്റെ പേജ് തന്നെയാണോ നോക്കൂ. കറക്റ്റ് ആണോ? കറക്റ്റ്. ഓക്കെ, താങ്ക് യു. മാം പോവരില്ലേ? ഒരു കാര്യം ചെയ്യാം, ഒരാളും കൂടി ഒന്ന് വരാവോ? പേര്? സുമതി കൃഷ്ണ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. മാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബുക്ക് കൈ തരാം. നേരത്തെ എൻ്റെ കയ്യിലായിരുന്നു ബുക്ക്. ഞാൻ ഈ ബുക്ക് കൈ തരാം. ഈ നമ്മ ബൈബിളൊക്കെ വായിക്കില്ലേ? ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടാണ് ഇങ്ങനെ വായിക്കാറ്. അതേപോലെ ഏതെങ്കിലും ഒരു പേജ് റാൻഡം ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ 2 പേജ് ഉണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു വേർഡ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ് തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു പേജ് സെലക്ട് ചെയ്യാം. അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം, അത്രേ ഉള്ളൂ. നോക്കാണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, മാം നോക്കണ്ട, ജസ്റ്റ് അപ്പുറത്തേക്ക് തിരിഞ്ഞിക്കോ. ഞാനും നോക്കാനില്ല. ഇത് കയ്യിൽ പിടിക്കാം. ആ ഒരു പേജ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ഒരു സൈഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു വേർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, വേർഡ് സെലക്ട് ചെയ്യുമ്പോൾ അത്ര സിമ്പിൾ ആക്കണ്ട. കുറച്ച് വലിയ വേർഡ് സെലക്ട് ചെയ്തോ. 6 ലെറ്റേഴ്സിനൊക്കെ മേലെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തോ. 6 ലെറ്റേഴ്സിന് മേലെയുള്ള ഒരു വേർഡ് സെലക്ട് ചെയ്തോ. കിട്ടിയോ? സെലക്ട് ചെയ്തു. മറന്നൊന്നും പോയില്ലല്ലോ. ആ ബുക്ക് അടച്ചു.
ഓക്കെ, ഇപ്പൊ മൈൻഡിൽ ഒരു വേർഡ് ഇരിപ്പുണ്ടല്ലേ? ഓക്കെ, ഞാനല്ല കണ്ടുപിടിക്കാൻ പോണത്, അത് കൃഷ്ണ മാമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു ക്ലൂവും കൊടുക്കണ്ട, ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ചോദിച്ചോ, എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അപ്പൊ റിപ്ലൈ തരും. ലാസ്റ്റ് ലെറ്റർ യു ആണോ? അതെന്താ ലാസ്റ്റ് ലെറ്റർ യു ആണെന്ന് ചോദിക്കും? കാരണം എന്താ? എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യും അല്ലെ? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? പറയണ്ട 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 വേണ്ട വേണ്ട. എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് കിട്ടിയോ? ഓക്കെ, സിമ്പിൾ വേർഡ് ആണോ വലിയ വേർഡ് ആണോ? 6 ലെറ്റേഴ്സിന് മേലെ ഉണ്ടോ? ഓ, അപ്പൊ കുറച്ച് പണി തന്നതാണ്. ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യണേ അല്ലേ? ഒരു ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുക്കാം. എന്നിട്ട് ആ ഒരു ലെറ്റർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ വിചാരിക്കും. ഫ്രൂട്ട് ഉണ്ട്, ആ ഒരു ഫ്രൂട്ട് ഏതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് ലെറ്റർ നമുക്ക് കിട്ടും. ആപ്പിൾ ആണോ? അല്ല, ഏതാ ഫ്രൂട്ട് എന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്തോ. ലിച്ചി. ഫസ്റ്റ് ലെറ്റർ കിട്ടിയിട്ടോ, ഇനി സിമ്പിൾ ആണ് അല്ലെ? ഫസ്റ്റ് ലെറ്റർ എല്ലാം കിട്ടി അല്ലെ? 10 ലെറ്റേഴ്സ് ഉണ്ടോ? ട്രൈ ചെയ്ത് നോക്ക്. ആ ലാസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് മനസ്സിൽ വിചാരിക്കാം. ലാസ്റ്റ് ലെറ്റർ മാത്രം. ഞാൻ ഒരു ക്ലൂ തരാൻ വേണമെങ്കിൽ ലാസ്റ്റ് ലെറ്റർ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ലാസ്റ്റ് ലെറ്റർ ഇ ആണോ? ആണ്. ഇപ്പൊ കിട്ടിയില്ലേ? ഫസ്റ്റ് ലെറ്റർ കിട്ടി, ലാസ്റ്റ് ലെറ്റർ കിട്ടി. 10 ലെറ്റേഴ്സ് ഉണ്ട്. കിട്ടണില്ല? ഓക്കെ, കൃഷ്ണ മാം കീഴടങ്ങിയിരിക്കുന്നു. ഈ പണി അത്ര എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു അല്ലേ? ഓക്കെ, പോവാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. പോവാം. നല്ലൊരു കൈ എടുക്കാം. ട്രൈ ചെയ്തില്ലേ അല്ലേ? ഓക്കെ, ആ ഒരു വേർഡ് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റം ആണോ? പറയണ്ടായിരുന്നു, കുഴപ്പമില്ല. കഴിക്കാൻ പറ്റിയൊന്നുമല്ല. ഓക്കെ ഓക്കെ, ആ ഒരു വേർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആണ്. ഓക്കെ, ലൈറ്റ് ഹൗസ് ആണോ? ലൈറ്റ് ഹൗസ് ആണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. Seriously, I just lost track of time and like even ended, I was just astonished and I couldn't come and thank you for a few minutes. Anyhow, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈ കൊടുക്കാം because it was one amazing, spectacular and an astonishing segment, and thank you so much, Abhimanyu. We were all just like enthralled. That is the only word to say. We are flabbergasted. Seriously, thank you so much. And may I humbly request Dr. Monu John to kindly come once again to appreciate such a young, wonderful talent. Please, sir. And we wish all the very best to happen to you, Abhimanyu. We see you in even bigger stages and in even bigger venues. Godspeed. I'm pretty sure those applauses comes right from the heart. Thank you so much, Monu John, sir. And thank you so much once again, Abhimanyu. It was a great pleasure having you here with us. And yes, ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. We will be meeting each other again tomorrow for yet another wonderful session. And it is once again
promising to be very interesting because it is culture, arts, and literature. Thank you so much, everyone. See you for the last track of the Summit of Future, and have a great evening.